നമസ്കാരം. മിഥുനമാസം മഹാഭാരത മാസം എന്നാണ് പറയുക. കർക്കിടക മാസം രാമായണ മാസമാണ് എന്ന് വളരെ പ്രസിദ്ധമാണല്ലോ. അതുപോലെ മഹാഭാരതത്തിന് സവിശേഷമായ പ്രാധാന്യം, മഹാഭാരത പാരായണത്തിനും മഹാഭാരത പഠനത്തിനും സവിശേഷമായ പ്രാധാന്യമുള്ള മാസമാണ് മിഥുനമാസം. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ചിന്തിക്കാൻ ഈ സമയം വിനിയോഗിക്കാം. മഹാഭാരതം പഞ്ചമ വേദം എന്ന് പ്രസിദ്ധമാണ്. വേദങ്ങൾ നാലാണല്ലോ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇവയാണ് വേദം. വേദങ്ങൾക്ക് എല്ലാവരും അധികാരികളല്ല എന്ന് പറയാറുണ്ട്. അത്യധികം ഗഹനമായ വേദങ്ങൾക്ക് അധികാരികളല്ലാത്ത വേദത്തിന്റെ സൂക്ഷ്മമായ അർത്ഥത്തെ ഗ്രഹിക്കാൻ സാധിക്കാത്ത സാധാരണക്കാരായ ആളുകൾക്കും വേദ താല്പര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണത്രേ ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേദാർത്ഥമുപബ്രഹ്മ്യതേ എന്ന്, വേദത്തിന്റെ അർത്ഥത്തെ വിസ്തരിക്കുന്നത് എന്ന് ഇതിഹാസങ്ങളെ പറയാറുണ്ട്. ഇതിഹാസകാവ്യമായ വ്യാസവിരചിതമായ മഹാഭാരതം വ്യാസഭഗവാൻ ഇപ്രകാരം വേദത്തിന്റെ അർത്ഥത്തെ വിസ്തരിക്കുന്നതിനായി, സാധാരണക്കാർക്ക് വേദ താല്പര്യം മനസ്സിലാക്കുന്നതിനായി രചിച്ചതാകയാൽ പഞ്ചമവേദം എന്നും അറിയപ്പെടുന്നു. പഞ്ചമവേദം എന്നറിയപ്പെടുന്ന ഇതിഹാസകാവ്യമായ മഹാഭാരതത്തിൽ 5 വിശിഷ്ട തത്വങ്ങൾ, 5 വിശിഷ്ട രത്നങ്ങൾ അന്തർനിഹിതമായിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് മാത്രം, അവയുടെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കുകയല്ല, അവ ഏതൊക്കെയാണ് എന്ന് പ്രതിപാദിക്കുക മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, ഭാരതീയ ആധ്യാത്മിക സാഹിത്യത്തിലെ വിശിഷ്ടങ്ങളായ തത്വങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഉപദേശ രൂപത്തിൽ അല്ലെങ്കിൽ സംവാദ രൂപത്തിലാണ്. ഒരാൾ ചോദിക്കുന്നു, ഒരാൾ മറുപടി പറയുന്നു. രാമായണത്തിലെ പ്രസിദ്ധമായ ലക്ഷ്മണോപദേശം, താരോപദേശം ഒക്കെ നമുക്കറിയാം. ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശമാണ് ലക്ഷ്മണോപദേശം. ശ്രീരാമൻ താരയ്ക്ക് നൽകുന്ന ഉപദേശമാണ് താരോപദേശം. ഇതുപോലെ മഹാഭാരതത്തിൽ വിശിഷ്ടമായ 5 സംവാദങ്ങളും, ഈ 5 സംവാദങ്ങൾ മഹാഭാരതാന്തർഗതമായ അനർഘരത്നങ്ങളാണ് എന്നതാണ്. അവ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ധൃതരാഷ്ട്രരും വിതുരരും തമ്മിലുള്ള സംവാദമാണ്. ഈ സംവാദത്തിലൂടെ ഇതൾ വിരിയുന്ന തത്വങ്ങൾക്ക് വിതുരനീതി എന്ന് പറയുന്നു. ഇപ്പോൾ മഹാഭാരതത്തിലെ ഒന്നാമത്തെ വിശിഷ്ട തത്വം, വിശിഷ്ട രത്നം എന്ന് പറയുന്നത് വിതുരനീതിയാണ്. രണ്ടാമത്തെ സംവാദം മഹാഭാരതാന്തർഗതമായി ധൃതരാഷ്ട്രരും സനത്കുമാര ഋഷിയുമായിട്ടുള്ള സംവാദം. സനത് സുജാതീയം എന്നാണ് ഈ വിശിഷ്ടമായിട്ടുള്ള സംവാദം അറിയപ്പെടുന്നത്. മൂന്നാമത്തേത് യുധിഷ്ഠിര മഹാരാജാവും യക്ഷനുമായിട്ടുള്ള സംവാദമാണ്. യക്ഷന്റെ ചോദ്യങ്ങൾക്ക് മറുപടി, യുധിഷ്ഠിരൻ തൃപ്തികരമായ മറുപടി പറയുമ്പോഴാണ് തന്റെ സഹോദരന്മാരെ അദ്ദേഹത്തിന് തിരികെ കിട്ടുന്നത്. സഹോദരന്മാര് ധിക്കാരപൂർവ്വം മറുപടി പറയാതിരുന്നപ്പോൾ അവരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. എന്നാൽ യുധിഷ്ഠിരൻ വ്യക്തവും സ്പഷ്ടവുമായി മറുപടി പറഞ്ഞതിനെ തുടർന്ന് സഹോദരന്മാരെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. ഈ സംവാദമാണ് യക്ഷപ്രശ്നം. യക്ഷൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ എന്നുള്ളതാണ് യക്ഷപ്രശ്നം. വളരെ പ്രസക്തമായ, വളരെ ചിന്തോദ്ദീപകമായ ചോദ്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. യുധിഷ്ഠിര മഹാരാജാവിന് അതിന് തൃപ്തികരമായി മറുപടി പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. ഇനി വളരെയധികം പ്രചാരമുള്ള പ്രസിദ്ധമായിട്ടുള്ള ശ്രീകൃഷ്ണാർജുന സംവാദം, സാക്ഷാൽ ശ്രീമദ് ഭഗവത്ഗീതയാണ് ഇനിയുള്ള രത്നം.
ഇനി അഞ്ചാമത്തേതാണ് ആ കുരുക്ഷേത്ര യുദ്ധാനന്തരം കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ മാർഗദർശനത്തിൽ യുധിഷ്ഠിരാദികളെല്ലാം ചെല്ലുന്നത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അടുത്താണ്. ആ പിതാമഹന്റെ അടുത്തു നിന്നാണ് വിശിഷ്ടമായ ഉപദേശം യുധിഷ്ഠിരന് ലഭിക്കുന്നതും അദ്ദേഹം ശാന്തചിത്തനാകുന്നു. ഭീഷ്മ യുധിഷ്ഠിര സംവാദത്തിൽ ഇതൾ വിരിയുന്ന വിശിഷ്ടമായ സ്തോത്രമാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഇതാണ് അഞ്ചാമത്തെ രത്നം. ഇപ്രകാരം മഹാഭാരതത്തിൽ 5 രത്നങ്ങൾ, പഞ്ചമവേദമായ മഹാഭാരതത്തിൽ 5 രത്നങ്ങൾ അന്തർനിഹിതമായിരിക്കുന്നു. ധൃതരാഷ്ട്ര വിദുര സംവാദ രൂപത്തിലുള്ള വിദുര നീതി, ധൃതരാഷ്ട്ര സനത് കുമാര സംവാദ രൂപത്തിലുള്ള സനത് സുജാതീയം, യുധിഷ്ഠിരനും യക്ഷവുമായുള്ള സംവാദത്തിലൂടെ ഇതിൽ വിരിയുന്ന യക്ഷപ്രശ്നം, ശ്രീകൃഷ്ണ അർജുന സംവാദ രൂപത്തിൽ ഇതിൽ വിരിയുന്ന സാക്ഷാൽ ശ്രീമദ് ഭഗവത്ഗീത, യുധിഷ്ഠിര ഭീഷ്മ സംവാദത്തിലൂടെ ആവിർഭവിക്കുന്ന അതിവിശിഷ്ടമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഇവയാണ് മഹാഭാരതാന്തർഗതമായ പഞ്ചരത്നങ്ങൾ എന്നാണ് സാധിക്കുന്നത്. ഹരേ കൃഷ്ണ.